അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയമുള്ളവരെ, നമ്മളിന്ന് പറയുന്നത് നമ്മുടെ ഒരു സുരക്ഷാ കവചമാണ്. ഇപ്പോൾ ചൂട് വല്ലാതെ അധികരിച്ചു കൊണ്ടിരിക്കുകയാണ്. പല വാർത്തകൾ ഓരോ ദിവസവും നമ്മൾ സൂര്യതാപമായിട്ടും അതുപോലെ തന്നെ സർപ്പങ്ങളുടെ ശല്യമായിട്ടും ഒക്കെ നമ്മൾ ഒരുപാട് സംഭവങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ വീടുകളിൽ ബെഡിൻ്റെ അടിയിൽ, തലക്കിണിൻ്റെ അടിയിൽ, ഫ്രിഡ്ജിൽ വരെ വലിയ വലിയ പടം വിടർത്തി നിൽക്കുന്ന പാമ്പുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എത്രയോ പിഞ്ചു മക്കൾ പാമ്പിൻ്റെ കൊത്തേറ്റ് മരിച്ച സംഭവങ്ങൾ നമ്മൾ കണ്ടു അല്ലേ. ഒരു കുട്ടിയെ പാമ്പിൻ്റെ കൊത്തേറ്റിട്ട് ആ കുട്ടി പെടഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്നത് നമ്മൾ കണ്ടു. ഇങ്ങനെ സർപ്പം കൊണ്ടുള്ള ശല്യം നമ്മൾ വല്ലാതെ അവിടുന്ന് നമ്മുടെ വാർത്തകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താ അറിയോ? നമ്മുടെ വീടിൻ്റെ പരിസരം നമ്മൾ വൃത്തിയായിട്ട് സൂക്ഷിക്കുക. വൃത്തി എന്ന പരിശുദ്ധ ദീനിൻ്റെ ഒരു ഭാഗം തന്നെയാണല്ലോ. വീടും റൂമുകളും മറ്റുമൊക്കെ കട്ടിൻ്റെ അടിയിലൊക്കെ ചില വീടുകളിൽ അങ്ങനെ കൊണ്ടുപോയിട്ട് പല സംഭവങ്ങൾ ആരും കാണാൻ പറ്റാത്തൊക്കെ ഉണ്ടാവും. അതിൻ്റെ ഉള്ളിൽ കട്ടിൻ്റെ ചോട്ടിൽ കൊണ്ടുപോയിട്ടാണ് നിറച്ചിട്ടുണ്ടാകും. അതിൻ്റെ അടിയിലൊക്കെ വന്ന് എല്ലാ പാമ്പുകളും ഒളിച്ചിരുന്ന് നമുക്ക് കാണില്ല. രാത്രി സമയത്ത് കിടക്കയിലൊക്കെ പിന്നെ കയറിയിട്ട് നമ്മൾ ആക്രമിക്കും അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ പല വീടുകളിലും ഇന്ന് സംഭവങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ വീടിൻ്റെ റൂമിൻ്റെ ഒക്കെ ചുറ്റുഭാഗങ്ങൾ അവിടെയൊക്കെ പുല്ലുകളും കാടുകളൊക്കെ നിറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ക്ലീൻ ആക്കിയിടണം. ഇപ്പം ചൂടാണ്, പുറത്തൊക്കെ എവിടെയാണെങ്കിലും വല്ലാത്ത ശക്തമായ ചൂട് കാരണം പാമ്പുകളായാലും ഏത് ജീവികളായാലും മനുഷ്യന് തന്നെ സഹിക്കണില്ലല്ലോ, നമുക്ക് സഹിക്കാൻ കഴിയില്ല. അപ്പോൾ എവിടെയാണ് ഒരു കുടുപ്പ് കിട്ടുന്ന, ഒരു തണൽ കിട്ടുന്നതെന്ന് എഴുതിയിട്ട് ആ പാമ്പുകൾ ഓടി പല സ്ഥലങ്ങളിലേക്ക് ഒളിച്ചു കയറും. അത് ചിലപ്പോൾ നമ്മളെ വീടാന്ന് കരുതിയിട്ടല്ല, അള്ളാൻ്റെ സിറ്റികളാണ്, മുണ്ടാപ്പറാണെങ്കിൽ ഐറ്റക്കൊന്നും അറിയില്ല. എവിടെയാണോ അഭയം തേടുന്നത് അവിടേക്ക് അവരെത്തപ്പെടും. അവർക്ക് എവിടെയാണോ സുഖം കിട്ടുന്നത് അവിടേക്ക് അവരെത്തപ്പെടും. എന്നിട്ട് അവരവിടെ താമസിക്കും. നമ്മൾ ചെന്ന് കിടക്കുമ്പോഴേക്കാരം നമ്മളത് ഈ പാമ്പുകളുടെ സർപ്പത്തിൻ്റെ ഒക്കെ അവസ്ഥ നമ്മൾ ആ കുത്തേറ്റ് നമ്മൾ പടഞ്ഞു വീഴുന്നത്. ഇപ്പോൾ വിരിപ്പിലേക്ക് വരുമ്പോൾ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മോട് പറഞ്ഞെന്താ, ആ വിരിപ്പൊന്ന് ശരിക്കും വൃത്തിയാക്കിയിട്ട് നിങ്ങൾ തട്ടിയിട്ട് വേണം കിടക്കാൻ. അങ്ങനെ തട്ടിയതല്ലേ, അല്ലെങ്കിൽ നീച്ചപ്പോൾ തട്ടി വെച്ചതല്ലേ, പോരാ, കിടക്കണ സമയത്ത് തട്ടണം. കാരണം എന്താ, അതിനകത്ത് എന്തെങ്കിലും ഒളിച്ചിരിക്കുന്നുണ്ടോ എന്ന് പറയാൻ പറ്റില്ല. ഇതുപോലെ പോകാണെങ്കിൽ ആ വീട്ടിനകത്ത് 5 പ്രാവശ്യമാണ് ഒരു വീട്ടിനകത്ത് സർപ്പത്തെ കാണുന്നത്. എന്നാലോചിച്ച് നോക്കാൻ, 5 പ്രാവശ്യമൊക്കെ സർപ്പത്തെ കാണുമ്പോൾ തന്നെ അവസ്ഥ, നമുക്ക് അതിലൊരു സർപ്പം പാമ്പ് പോകുന്നുണ്ടെങ്കിൽ അതിനെ കാണുമ്പോൾ തന്നെ നമ്മൾ ചില ആളുകളെ മെയിനൊക്കെ കോച്ചിക്കൊണ്ടിരിക്കും, വല്ലാത്ത പ്രയാസം വരും അല്ലേ. എന്നാൽ ഈ പാമ്പിനെ കാണുന്ന ഒരു വീട്ടിൽ 5 പ്രാവശ്യമാണ്. നമ്മൾ ഈ അള്ളാഹുവിൻ്റെ ഏതൊരു സൃഷ്ടിയിൽ നിന്നും ഉപദ്രവം ഏൽക്കാതിരിക്കാനുള്ള ഒരു ദിക്റാണ് നമ്മൾ പറയുന്നത്. ഇത് നമ്മൾ മക്കളെ പഠിപ്പിക്കണം, നമ്മൾ ചൊല്ലണം, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും വേണം. നമ്മൾ സുബഹി നമസ്കാരം കഴിഞ്ഞാൽ ഇത് 3 പ്രാവശ്യം പറയാം. ആ സൂര്യൻ അസ്തമിക്കുന്നത് വരെ ഒരു ഷെറും അല്ലാഹു നമുക്ക് നൽകില്ല. അതുപോലെ തന്നെ നമ്മൾ മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞിട്ടും നമ്മൾ ചൊല്ലാം. സൂര്യൻ ഉദിക്കുന്നത് വരെ ഒരു പ്രയാസം, അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ നിന്നുള്ള ഒരു പ്രയാസം നമുക്ക് ഉണ്ടാവില്ല. എന്താണത്? അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ്. അള്ളാഹുവിൻ്റെ കലിമത്തുകളെ കൊണ്ട് അവിടെ മുൻനിർത്തിക്കൊണ്ട്, അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ട്, വാക്കുകളെ മുൻനിർത്തിക്കൊണ്ട്, റബ്ബിൻ്റെ കലിമത്തുകളെ കൊണ്ട് എല്ലാവിധ ഷെറിൽ നിന്നും കാവൽ ചോദിക്കുകയാണ് എന്നുള്ള ആ ഒരു വചനം നമ്മൾ ഉരുവിട്ട് കഴിഞ്ഞാൽ റബ്ബിൻ്റെ ഏത് സൃഷ്ടിയാകട്ടെ, പാമ്പാകട്ടെ, തേളാകട്ടെ, മനുഷ്യൻ തന്നെയാകട്ടെ, ഒരു ഷെറും ഒരാൾ നമുക്ക് കേൾക്കില്ല. അപ്പം അതുകൊണ്ട് ഇത് നമ്മൾ മുറുകെ പിടിക്കുക. നമ്മുടെ ജീവിതത്തിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ പകർത്തുക. നമ്മുടെ വീട്ടിനകത്ത് ഒരിക്കലും പിന്നെ പാമ്പുകളുടെ ശല്യം ഉണ്ടാവില്ല. നമ്മുടെ പിന്നെ കുടുംബത്തിൽ ഒരാളും നമ്മൾ ആക്രമിക്കില്ല. റബ്ബിൻ്റെ സൃഷ്ടിയാണല്ലോ എല്ലാം അല്ലേ. അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ നിന്നുള്ള ഒരു ഷെറും നമുക്ക് കേൾക്കില്ല. അപ്പോൾ ഈ ചൂട് കാലത്ത് നമ്മൾ നല്ലവണ്ണം ശ്രദ്ധിക്കേണ്ട വിഷയമാണ് വീടും പരിസരവും വൃത്തിയാക്കുക. ഇതുപോലുള്ള നന്മകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരിക. അള്ളാഹു നമ്മൾ എല്ലാവിധ ബുദ്ധിമുട്ടുകളിൽ നിന്നും കാത്തു രക്ഷിക്കട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട മക്കളൊക്കെ ദിക്ർ പഠിപ്പിക്കുക. അത് പഠിപ്പിച്ചിട്ട് അവരെ സുബഹിയും മഗ്‌രിബിൻ്റെ സമയത്തൊക്കെ അവരെ ഇത് ഓർമ്മിപ്പിക്കുക, ചെല്ലാൻ പറയുക. കാരണം അവരൊക്കെ പുറത്തു പോകുന്ന കുട്ടികളാണ്. എന്തൊക്കെ അപകടങ്ങൾ വരുമോ, എന്തൊക്കെ വരുമോ നമുക്ക് പറയാൻ കഴിയില്ല. അള്ളാഹു നമ്മുടെ മക്കളൊക്കെ എല്ലാവിധ ഷെറിൽ നിന്നും അപകടത്തിൽ നിന്നും കാത്തു രക്ഷിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.